ഹായ്, ഞാൻ ഇതിപ്പോ എന്താ ചെയ്തതെന്നല്ലേ നിങ്ങൾ നോക്കിയത്. എൻ്റെ കസ്റ്റമറിൽ ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് വരുന്ന ഒരു സംഭവമാണ് ഈ കുളത്ത്. ഈ കുളത്ത് കണ്ടോ? ഈ കുളത്ത് ബ്രേസ്ലെറ്റിന്റെ ആയാലും അതുപോലെ തന്നെ ചെയിനിന്റെ ഒക്കെ ആയാലും കുളത്ത് ഇതുപോലെ കടിച്ച് ഊരുന്ന എത്ര പേരുണ്ട് ഇല്ലേ? ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കടിച്ച് ഊരുന്ന സമയത്ത് എപ്പോഴും കുളത്തിന്റെ അവസ്ഥ ഇതായിരിക്കും. ഇത് നിങ്ങൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇതുപോലെ ചെയ്യുന്ന സമയത്ത് കുളത്ത് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഇതുപോലെ മെഷീൻ ചെയിനാണ് ഇപ്പൊ ഏറ്റവും കൂടുതലായി ഉപയോഗിച്ച് വരുന്നത്. ഇതിന്റെ കൊണ്ട് വളരെ നൈസും ആയിരിക്കും. നിങ്ങൾ ഇതുപോലെ ഈ കടിച്ചു ഊരിയതിന് ശേഷം കുളത്ത് അടുപ്പിച്ചാൽ തന്നെ അത്രമാത്രം ഇത് അടുക്കില്ല. കണ്ടില്ലേ? ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഇതുപോലെ ഊരി പോകാൻ സാധ്യത കൂടുതലാണ്. അതിന് ഞാൻ എളുപ്പം ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. കുളത്ത് എപ്പോഴും അഴിക്കുമ്പോൾ ഈ രീതിയിൽ കുളത്ത് അഴിക്കാൻ ശ്രമിക്കുക. ഈ രീതിയിൽ അഴിച്ചാൽ നിങ്ങൾക്ക് വളരെ അടുപ്പിച്ച് ഈ കുളത്ത് ഇടാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾ കണ്ടില്ലേ? ഇതുപോലെ ആയിരിക്കണം ഇനി കുളത്ത് നിങ്ങൾ ഇടേണ്ടത്. ഇതുപോലെ കുളത്ത് ഇടുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയിൻ അഴിഞ്ഞു പോകുന്നതോ അല്ലെങ്കിൽ വിട്ടുപോകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കുളത്ത് പൊട്ടിപ്പോവുക ഇങ്ങനെയുള്ള കംപ്ലൈന്റുകളൊന്നും നിങ്ങൾക്ക് വരില്ല. അതുകൊണ്ട് ഇനി മുതൽ എല്ലാവരും ഇതുപോലെ ആയിരിക്കണം കുളത്തിടേണ്ടത്. ഓക്കെ.